റൈറ്റ്, ഓക്കെ. അപ്പൊ എന്താണെങ്കിലും രാവിലെ തുടരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു അതിഥി ഉണ്ടാകും എന്നുള്ളത്. അത് മറ്റാരുമല്ല, എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. എല്ലാവർക്കും വളരെ സുപരിചിതരാണ്. ഇത്രമാത്രം ഞാൻ നേരിട്ട് കാണുന്ന ഭയങ്കര ആഗ്രഹിച്ചിരുന്ന വിജയകുമാരേട്ടാ, സ്വാഗതം. ഒരുപാട് സ്വാഗതം. താങ്ക് യു സോ മച്ച്. തിരുവനന്തപുരം തന്നെയാണല്ലോ അല്ലേ? വിഴിഞ്ഞാണ് തറവാട് അല്ലേ? തറവാട് വിഴിഞ്ഞത്താണ്. പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളം ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ എറണാകുളം തിരുവനന്തപുരം ഷട്ടിലാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് വിജയകുമാരേട്ടൻ ഇവിടെ എത്തിയെന്ന് ഒരു പക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, വെള്ളിയേട്ടൻ സിനിമ വീണ്ടും എത്തുകയാണ് തിയേറ്ററുകളിലേക്ക്. അതെ, അതിന്റെ സന്തോഷം ഭീകരമാണ്. തീർച്ചയായിട്ടും 24 വർഷത്തിന് ശേഷം വലിയേട്ടൻ സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. അതും പുതിയ സാങ്കേതിക മികവോടുകൂടെ ഡിജിറ്റൽ ഡോൾബി സിസ്റ്റത്തിൽ ജനങ്ങളിലോട്ട് എത്തിക്കുകയാണ്. അമ്പലക്കര ഫിലിംസാണ് അതിന്റെ നിർമ്മാതാക്കൾ. പിന്നെ അതിനേക്കാൾ ഉപരി അറിയാമല്ലോ, എൻ്റെ ഗുരുനാഥൻ കൂടെയായ ഷാജി കൈല സാറിന്റെ ഒരു പ്രോജക്റ്റ് 24 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ മാത്രമല്ല പുതിയ തലമുറയ്ക്ക് അത് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പം നമുക്ക് തീർച്ചയായിട്ടും അതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വലിയേട്ടൻ സിനിമയിലെ എനിക്ക് ഇപ്പോഴും ആ ഒരു പാട്ടുണ്ടല്ലോ, മാനത്തെ, അത് ഭയങ്കര പോപ്പുലർ ആയ പാട്ടാണ്, നിറനാഴി പൊന്നി. അത് എനിക്ക് തോന്നുന്നു മോഹൻ സിത്താര സാറിന്റെ മ്യൂസിക്കിലാണ് പാട്ടുണ്ടായത്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സോങ് കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ. ഈ റീലുകളിൽ ഒരുപാട് തീർച്ചയായിട്ടും അതിപ്പോ നമ്മുടെ ഈ ഐഡിയ സ്റ്റാർ സിംഗിങ്ങിൽ പോലും ആ പിള്ളേർ അത് വളരെ മനോഹരമായിട്ട് അത് പാടി എന്നുള്ളതാണ്. കാരണം അന്ന് അത് ഷൂട്ട് ചെയ്യുമ്പം ഇത് ഇത്ര കണ്ടങ്ങ് പോപ്പുലർ ആവുമെന്ന് ഒരുപക്ഷെ എനിക്കൊന്ന് അന്നത്തേക്കാൾ ഹിറ്റ് ഇപ്പോഴാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ പറയുമ്പോ അതാണ് ഈ പടത്തിന്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. കാരണം ഈ 24 വർഷങ്ങൾക്ക് ശേഷം ഇത് വരുമ്പോൾ അന്ന് ആസ്വദിക്കാത്ത പലരും ഇന്ന് ഇതിന്, കാരണം സ്പേസ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തു. സോഷ്യൽ മീഡിയാസിലൂടെയും നമുക്ക് അതിലൂടെയും റീൽസ് ആയിട്ടും മ്യൂസിക്കിന്റെ കണ്ടന്റ് ആയിട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് മോനേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനേട്ട അത് എവർഗ്രീൻ സോങ് ആണ്. കാരണം ഇന്ന് ഐഡിയ സിംഗറിലെ പിള്ളേർ അത് എടുത്ത് പാടണമെങ്കിൽ ഉറപ്പായിട്ടും അത് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഈ സിനിമ റീ റിലീസ് ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഞാൻ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് സിനിമ. പക്ഷെ അതിനപ്പുറത്തേക്ക് വീണ്ടും മാസ്റ്റർ ചെയ്ത് അത് റീ റിലീസ് ചെയ്ത് 4K അറ്റ്മോസിൽ എത്തുമ്പോൾ എന്തൊരു വൈബ്രൻസി ഡിഫറൻസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ടെക്നോളജി നമുക്ക് 24 വർഷം മുമ്പത്തെ 24 വർഷം മുമ്പത്തെ ടെക്നോളജി അല്ലല്ലോ ഇപ്പോഴത്തെ ടെക്നോളജി. ഡോൾബി സിസ്റ്റം, പിന്നെ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, ക്രൈസ്റ്റ് കിങ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇതിന്റെ ഒരു തിയേറ്റർ മെറിറ്റ്. പല തിയേറ്റർ കംപ്ലൈൻറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. അത് ഞാൻ ഇതായിട്ട് പറയുന്നതല്ല. ഒരുപാട് തിയേറ്ററുകളിൽ ചിലപ്പോൾ നമുക്ക് ഇത് വൈഡായിട്ട് റിലീസ് ചെയ്യുമ്പോൾ അയ്യോ ആ തിയേറ്ററിൽ വേണ്ടായിരുന്നു, അത് ഭയങ്കര ബോറായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ടെക്നോളജി വന്നു, പിന്നെ ഡോൾബി സിസ്റ്റം വന്നു, പിന്നെ ഓൾമോസ്റ്റ് മൾട്ടിപ്പിൾ കോംപ്ലക്സിലോട്ടാണ് ഇപ്പം തിയേറ്റർ കളിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എഫക്റ്റീവ്ലി നമ്മൾ കൊടുക്കുന്ന ഓരോ സിനിമകളും, എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ഷായ് സാറിന്റെ പടത്തിന് റീ റെക്കോർഡിംഗ് വലിയൊരു ഘടകം തന്നെയാണ്. ഷായ് സാറിന്റെ രാജാമണി സാർക്ക് ഒരു കോംബോ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പല പടങ്ങളുടെയും റീ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഇത് തന്നെയായിരുന്നു. എസ്പെഷ്യലി ഷായ് സാറിന്റെ പടത്തിന്, ഒരു ആക്ഷൻ പടങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന എൻ്റെ അടുത്ത് ആരോ പറയാം കേട്ടോ, ആർക്കും ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടില്ലല്ലോ. അതിൽ ഞങ്ങൾ മനോജ് കെ ജയൻ, സിദ്ദിഖക്ക, ഞാൻ, സുധീഷ്, അപ്പൊ ഇവരാണ് സഹോദരങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അവരെല്ലാവരും ലൈവാണ്, സ്റ്റിൽ ദേ ആർ ഗോയിങ് ദെയർ ഓൺ പ്ലാറ്റ്ഫോംസ്. അപ്പം അതുകൊണ്ട് ഇതിനൊരു വലിയൊരു, പിന്നെ ഇതിന്റെ ദൃശ്യ മികവെന്ന് പറയുന്നാൽ പുതിയ തലമുറ കൂടെ അത് മനസ്സിലാക്കണമല്ലോ. കാരണം ഇപ്പൊ മമ്മൂക്ക ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്, ഭീഷ്മപർവം, മറ്റേ ഉണ്ട, പിന്നെ വേറെ എന്താ അങ്ങനെ എന്തൊക്കെ റോഷാക്ക്, അങ്ങനെയൊക്കെ പടങ്ങൾ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു, ഇന്നലെ തന്നെ എനിക്ക് ഈ ന്യൂസ് 18 അവർ എനിക്കൊരു പോസ്റ്റർ ആക്കി തന്നിട്ട് എനിക്ക് പെട്ടെന്ന് അയച്ചു തന്നപ്പം എൻ്റെ അടുത്ത് ഇരുന്നൊരു പയ്യൻ പറഞ്ഞു, ഏട്ടാ നമുക്കിത് മറ്റേ ആ പാട്ടിന്റെ റീൽസ് ഇടാന്ന് പറഞ്ഞിട്ട്, ഈ പാട്ടിന്റെ. അപ്പൊ ഞാൻ ആലോചിക്കുക, അതൊരു മണ്ണിന്റെ, അതായത് നമ്മുടെ നേറ്റിവിറ്റിയുള്ള കഥാപാത്രങ്ങളിലൂടെ മമ്മൂക്ക ഒരു വലിയേട്ടനായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് വളരെ ആസ്വദിക്കും. കാരണം ഇപ്പം മമ്മൂക്കയുടെ സെലക്ഷനിൽ അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇല്ല. വൈവിധ്യം ശ്രമിക്കുന്നുണ്ട്. അല്ല, അതുണ്ട്. ഈ ഞാൻ പറയുന്നത് വെച്ചാൽ മേക്കപ്പ് ബേസ് വൈവിധ്യങ്ങളല്ല. നമ്മളിപ്പോ ഞാൻ പറയുന്നു ഇപ്പം എന്താ ഡിപ്സിയുടെ മറ്റേ എന്താ പേന കത്തി കൊണ്ട് അല്ലെ, അങ്ങനെയൊക്കെ ഒരു പാട്ട് ഉണ്ടല്ലോ, ഡപ്സിയുടെ പേന കത്തി കൊണ്ട്, അങ്ങനെ പറയാം. മറിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ സൂര്യാംശു ഏതോ വയൽപ്പൂവിലും,
അങ്ങനത്തെ ഒരു ലിറിക്സ് ഒന്നും നമുക്കിപ്പം കേട്ടുപിടിക്കാം. ജയകുമാർ സാറിന്റെ വരികളാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിന്റെ അന്തരങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് കാലം ഒഴുകിക്കൊണ്ടിരിക്കും, സിനിമകൾ വന്നുകൊണ്ടിരിക്കും, മമ്മൂക്ക പുതിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ പറയുന്ന ഇപ്പൊ ചേട്ടൻ തന്നെ പറയുണ്ടായല്ലോ, ഈ അത് കേൾക്കുമ്പം ഈ മാനത്തെ മണിത്തുമ്പ അങ്ങനത്തെ ആ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി, അതൊരു പുതിയ ഒരു ഇത് തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അന്നത്തെ ഒരു ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഓർത്തെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടോ അന്നത്തെ ലൊക്കേഷൻ അനുഭവങ്ങൾ? ഒരുപാടുണ്ട്. പക്ഷെ ലൊക്കേഷനിൽ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ സേതുനാഥ് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകന്റെ ഇപ്പൊ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ ആസിഫ് അലിയൊക്കെ ഉള്ളതാണ്. തൃപ്രയാറായിരുന്നു. അപ്പൊ അത് പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ആ സ്ഥലത്തിന്റെ പേരും എന്റെ ഊഹം ശരിയാണെങ്കിൽ പെരിങ്ങോട്ടുകരയാണ്. അപ്പൊ അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കാരോണിലാണല്ലോ ഡ്രസ്സൊക്കെ മാറുന്നത്, ഞാൻ ജഗദീഷ് ചേട്ടൻ എല്ലാവരും ഉണ്ട്. ഞാൻ ഇരിക്കുമ്പോൾ ഭയങ്കര ആളും ബഹളവും. മാത്രമല്ല യൂണിറ്റിലെ പിള്ളേർ അവരൊന്നിച്ചിട്ട് എവിടെ പോയെന്ന് ചോദിക്കുമ്പം ഏട്ടാ അടുത്തൊരു മനമുണ്ട്, ഇല്ല ഏട്ടനറിയില്ല അത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ. വലിയേട്ടനിലെ മന എന്ന് പറഞ്ഞിട്ട് ഇത് കാണാൻ വേണ്ടി ആളുകൾ ഈ പുതിയ തലമുറയിലെ യൂണിറ്റ് അംഗങ്ങളും ടെക്നീഷ്യന്മാരും ഒക്കെ പോയി കണ്ടിട്ട് വരികയാണ്. അപ്പൊ അത് സ്റ്റിൽ അവിടെ നിലനിൽക്കുക. അത് ഇപ്പൊ ഈ വരിക്കാശ്ശേരി മന എന്നൊക്കെ പറയുന്നത് ഇത് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. വലിയേട്ടൻ ഷൂട്ട് ചെയ്തത് ഇതാണ്, ഇവിടെയാണ്. അപ്പം എന്നിട്ട് ഇവര് പലരും എനിക്ക് കാണിച്ചു തരും, ചേട്ടാ ഇവിടെയാണ് നിങ്ങൾ വന്ന് ഇറങ്ങുന്നത്, ഇവിടെയാണ് മറ്റേ ആനയുടെ കാലിന്റെ ഷോട്ട് ഷാഹി സാർ എടുത്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ ഷാഹി സാറിനെ വിളിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം നമുക്ക് ആ രണ്ട് ചിത്രങ്ങളിന്റെയും ഒരു ഭാഗമാവുക എന്നുള്ളത് എല്ലാ കലാകാരന്മാർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അപ്പൊ ഞാൻ ഇപ്പൊ ആസിഫ് അടക്കം എന്നിട്ട് സത്യേട്ടൻ ആ സെറ്റിൽ വന്നിരുന്നു. അപ്പൊ സത്യേട്ടനും പറയുകയുണ്ടായി, വിജയകുമാർ അത് ഇവിടെ അടുത്താണ് ആ മന, കണ്ടായിരുന്നോ? അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ വളരെ അതിന് ഈ മനുഷ്യർക്കും പഴക്കം വരുന്നത് പോലെ മനയ്ക്ക് പഴക്കം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഷാഹി സാറിനെ വിളിച്ചിട്ട് ഷാഹി പറഞ്ഞു, സാറേ ഇത് അടുത്താണെന്ന്. ആണോടാ, ഞങ്ങളത് ഉടനെ പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് പുതുതായിട്ട് ഷൂട്ട് ചെയ്ത് പടത്തിൽ വരുന്നുണ്ടെന്നൊക്കെ. ഇതിൽ ഉൾപ്പെടുത്തി. അതായത് ഈ സിനിമയിൽ ഒരു എന്താ പറയാ എഡിറ്റിംഗ് വൈസോ അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിംഗിന്റെ ഒപ്പം ഷോർട്സിനും പുതുമയുണ്ട്. ഷോർട്സിൽ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ഷാചേട്ടൻ ഇങ്ങനെ അവർ പോയി എന്തൊക്കെയോ എക്സ്ട്രാ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ട് അത് സംസാരിക്കുന്നത്. ഓക്കെ ബൈ. എന്താണെങ്കിലും വലിയ പ്രതീക്ഷയാണ്. കാരണം നമ്മൾ എല്ലാവർക്കും ഇത്രയും ബിഗ് സ്ക്രീനിൽ വീണ്ടും മമ്മൂക്കയുടെ പഴയ അതെ ഷാഹി സാറിന്റെ കുറെ മാനറിസം അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞതല്ലോ ഈ നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ ടു ചിത്രത്തിന്റെ ക്യാമറ വെച്ച രവിവർമ്മൻ സാറാണ് അതിന്റെ ക്യാമറ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയൊരു നിർജ്ജൽ. കാരണം കാലം മുന്നോട്ട് പോയി, അതിലെ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളും ഒക്കെ അവരുടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ടെക്നിക്കൽ ബേസിലും അവരും വളരെ മുന്നിലെത്തി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രവിവർമ്മൻ സാറായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പുള്ളി പറയും, ഞാൻ ഇവിടെ സ്വിറ്റ്സർലാൻഡിലാണ്, അവിടെ ലൊക്കേഷൻ കാണാൻ പോയതാണ്, ശങ്കറിന്റെ സിനിമകൾ, കമലഹാസൻ സാറിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ആർക്കും ഒരു ഇത് വന്നിട്ടില്ല, ഒരു മുന്നോട്ട് പൊക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാലം പോകുന്നതനുസരിച്ചുള്ള ടെക്നോളജിക്ക് അനുസരിച്ച് ടെക്നീഷ്യന്മാരും വളരുന്നു എന്നുള്ളൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. ഓക്കെ, ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ നമ്മൾ ഈ ഇപ്പോഴത്തെ പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ തൊട്ട് അവിടെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ആഭ്യന്തര കുറ്റവാളി സേതുനാഥ് സാർ സംവിധാനം ചെയ്യുന്ന, പിന്നെ ആസിഫ് അലി എനിക്ക് തോന്നുന്ന നല്ലൊരു സബ്ജക്റ്റാണ്. പിന്നെ നമ്മുടെ ക്രൈം ഡ്രാമയാണോ? അല്ല, അതൊരു അല്ല ഒട്ടും ക്രൈമേ അല്ല. അതൊരു ഫാമിലി ഓറിയന്റഡ്, കെട്ടിയോളന്റെ മാലാഹ എന്നൊക്കെ പറഞ്ഞ് ആ പടത്തിന്റെ ഒരു ജോണറിൽ വരുന്നൊരു സാധനമാണ്. അതിനേക്കാൾ ഉപരി നൈസാം എന്ന് പറയുന്ന പ്രൊഡ്യൂസർ തിരുവനന്തപുരം ബേസ്ഡ് ആണ്. പുള്ളിയാണ് ആ ചിത്രം നിർമ്മിക്കുന്നത്. പുള്ളി ഒരു നല്ലൊരു കലാകാരൻ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പാഷൻ ആയിട്ടുള്ള ചില ആളുകൾ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പോൾ കിട്ടുന്നൊരു എനർജി. അപ്പം സേതു ചേട്ടനെയാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം. അപ്പൊ ഇന്നലെ കൂടെ ഞാൻ അസീസ് നെടുമങ്ങാടുമായിട്ട് സംസാരിക്കുമ്പം അസീസ് ഡബ് ചെയ്തു. അസീസ് പറഞ്ഞു, ചേട്ടാ അത് നന്നായിരിക്കുന്നു, നമ്മുടെ ചില കോമ്പിനേഷൻ സീക്വൻസുകളെ, അതൊരു ഓഡബിൾ സാധ്യത ഉള്ള പടമാണ്, ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഒരു കയ്യിലാണ്. ആസിഫും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് ആസിഫ് സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ ഗംഭീരമാകുന്നുണ്ട്. ഇപ്പൊ കിഷ്കിന്റെ കാണ്ഡമൊക്കെ എടുത്ത് നോക്കിയാലും അതുകൊണ്ട് തിയേറ്ററിക് എക്സ്പീരിയൻസ് തരുന്ന കുറെ പ്രോജക്റ്റുകൾ, അതൊക്കെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വലിയേട്ടൻ സിനിമയില് നിങ്ങളുടെ ആ ഒരു ചേട്ടൻ അനിയൻ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ മമ്മൂക്ക സ്ക്രീനിൽ നമ്മൾ കണ്ടത് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഇടയിലുള്ള ഒരു മിംഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, സംസാരവും വർത്താനവും കുശലം പറച്ചില്ല അങ്ങനെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ മമ്മൂക്ക, ഞങ്ങള് സത്യം പറഞ്ഞാല് നരസിംഹം കഴിഞ്ഞു, പിന്നെ ഞാനും മമ്മൂക്കയും ഒന്നിച്ചായിരുന്നു ദുബായ് എന്ന സിനിമ. ഓക്കെ, ദുബായിൽ നരസിംഹത്തിൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നോ?
പിന്നെ കോടതിയിൽ അതെ, അതെ, ലാലേട്ടനും ഒക്കെ ആയിട്ടുള്ള. ഉണ്ട്. അപ്പം കുറച്ചു നാളുകൾ ഇങ്ങനെ മമ്മൂക്കയുടെ കൂടെ തന്നെ സന്തത സഹചാരിയായിട്ട് ഈ ദുബായ് എന്ന സിനിമയിലും 3 മാസം ഞങ്ങൾ അടുപ്പിച്ചുണ്ടായിരുന്നു. അതിനുശേഷമാണ് വന്ന് ജോയിൻ ചെയ്യുന്ന പടം. പിന്നെ ഞാൻ ശ്രദ്ധ എന്ന സിനിമയ്ക്ക് പോയി, മമ്മൂക്ക വേറെ ഏതോ കഴിഞ്ഞിട്ട് വലിയ തിയേറ്ററിൽ വരിക. അപ്പം സ്വാഭാവികമായിട്ട് ഈ മമ്മൂക്കയ്ക്ക് എന്താ പറയുക, അത് അവരുടെ ഒരു ടെക്നിക്കൽ എന്ന് വെച്ചാൽ ഇവരുടെ ഒരു വിഗ്രഹങ്ങൾ കുറച്ചുകൂടെ കൊളാബറേറ്റ് ആയിട്ട് നിന്നാലല്ലേ, മിങ്കിൾ ചെയ്ത് നിന്നാലാണല്ലോ നല്ല സാധനങ്ങൾ കിട്ടുക. അതുകൊണ്ട് മമ്മൂക്ക തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പല കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ വരികയും ഭക്ഷണം കഴിക്കാൻ വരികയും ഞങ്ങളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രവണത ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മമ്മൂക്കൊക്കെ ഇപ്പം മാറിപ്പോയി. ഇപ്പം മമ്മൂക്കൊക്കെ ഷൈൻ ടോം ചാക്കോയും വിനായകനും ശ്രീനാഥ് ബാസിയൊക്കെയാണ്. ഞാൻ ഇന്നൊരു സെക്കൻഡ് പാർട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈചേട്ടനത് പറഞ്ഞു, ഞങ്ങൾ ഒന്നും ഇടാൻ നമുക്ക് സമ്മതിക്കില്ല. മിനിമം വിനായകൻ, ഷൈൻ ടോം ചാക്കോ. നമുക്കൊക്കെ എന്താണെന്ന് അറിയില്ല, പ്രശ്നക്കാരോട് ഇപ്പോൾ ഒരു ഇത് ഇഷ്ടം ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ഇവരൊക്കെ എത്ര പ്രശ്നക്കാരാണോ? അയ്യോ, ഒട്ടുമില്ല. നമുക്ക് അതിലോട്ട് കിടക്കണ്ട, രാവിലെ തന്നെ വിവാദങ്ങളിലോട്ട്. ഈ പിന്നെ നമ്മള് ഇപ്പൊ വിജയകുമാരേട്ടൻ ഈ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പല ഇപ്പോ ഒരു സാന്നിധ്യം കൊണ്ടാണ് വിജയകുമാരേട്ടന്റെ ഏറ്റവും രസകരമായിട്ട് അതിന്റെ ഒരു മാനറിസം ഒക്കെ ഭയങ്കര ഈ എന്റെ മനസ്സിൽ എനിക്ക് സത്യമായിട്ടും എനിക്ക് നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളായിരുന്നു. താങ്ക് യു. അപ്പോ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നത് എന്താണ്? ഇല്ല, ആ ഗ്യാപ്പല്ല, അത് ഒട്ടുമല്ല. കാരണം എനിക്കിപ്പോൾ ഈ മാനറിസങ്ങൾ എന്ന് പറയുമ്പോഴുണ്ടല്ലോ, എന്നെ ഇംപ്ലിമെന്റ് ചെയ്ത ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഷാജി കൈലാ സാറാണ്. അതിന്റെ ഒരു വ്യക്തത, അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലായല്ലോ. തലസ്ഥാനം എന്ന സിനിമയിൽ എന്ന് എനിക്ക് തോന്നുന്നു ചേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഈ എനിക്ക് എന്റെ ഒരു ഓപ്പണിംഗ് സംഭവം തന്നെ ഭയങ്കര ഒരു യങ് ആംഗ്രി മാൻ എന്ന നിലവിൽ കോളേജിലെ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞു കൊണ്ടുവരികയായിരുന്നു. തലസ്ഥാനം ഞാൻ തിയേറ്ററിൽ കണ്ട തിയേറ്ററിൽ SL തിയേറ്ററിലായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചിക്കാരനാണ്, അപ്പൊ എറണാകുളത്തായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സരിതാ സവിത ആയിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് അത്തരം ജോണറിൽ ഷായ് സാറിന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ ഞാൻ സഞ്ചരിച്ചു. അപ്പോൾ അറിഞ്ഞോ അറിയാതെ എനിക്ക് ഇവരുടെ കൂടെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ എന്തായിരുന്നാലും ഹീറോസിനെ കവർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ കാലത്തൊന്ന് ഓർക്കണം, 32 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഇന്നാണ് കുറച്ചുകൂടെ ഇൻഡസ്ട്രി വൈഡ് ആയതും. അപ്പോൾ ഈ പറഞ്ഞത് കറക്റ്റാണ്, സാമീപ്യം കൊണ്ട് അതാണല്ലോ ഉദ്ദേശിച്ചത്. ശരിയാണ്. ചിലപ്പം ഈ ഷായ്ചേട്ടൻ്റെ ക്യാമറ വെക്കുമ്പോൾ പുള്ളിക്ക് അത് മതി, നമ്മളിൽ നിന്ന് ആ എഫക്റ്റ് പുള്ളി പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം പുള്ളി ഫ്രെയിം വയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടെ ബോൾഡ് ആവും. അത് എൻ്റെ കുറ്റമല്ല. പക്ഷെ ഞാൻ അതല്ലാത്ത കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. കാറ്റത്തൊരു പെൺപൂവ്, കൊക്കരക്കോ, ഇതൊക്കെ തിയേറ്ററിക്ക് എക്സ്പീരിയൻസിൽ ഹിറ്റ് പടങ്ങളാണ്. പക്ഷെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് ഇപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ്. കാരണം ഇന്നലെ എൻ്റെ അടുത്ത് ആരോ പറയുന്നത് കേട്ടു, ഈ 4K ഇറങ്ങുകയാണെങ്കിൽ നിനക്ക് കൊയ്ത്താണല്ലോ. ഞാൻ പറഞ്ഞു, എന്ത് കൊയ്ത്ത്? അല്ല, നിന്റെ ഒരുപാട് പടങ്ങൾ ഇന്ന് വരുമല്ലോ. ഇപ്പൊ ഈ ലേലം, നരസിംഹം, പത്രം, ഇതൊക്കെ വരണമല്ലോ. അപ്പൊ അതിലൊക്കെ നിനക്ക് ഇനി ഇതുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, അതൊക്കെ ആദ്യം വരട്ടെ. കാരണം ഒരു കാര്യം നമുക്ക് എടുത്തു പറയാത്തതുണ്ട്, ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡ് അമ്പലക്കര ഫിലിംസ് ആണ്. അമ്പലക്കര ബൈചേട്ടനെ കുറിച്ച് പറയാതിരിക്കും. കാരണം 24 വർഷങ്ങൾക്ക് ശേഷവും പുള്ളിയുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആണത്. കാരണം ഇതിൽ നല്ലൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അത്രയും നന്നായിട്ട് പരസ്യം ചെയ്യുന്നുണ്ട്, എല്ലാ ട്രെയിനുകളിലും ഇതിന്റെ ഫ്ലക്സും. അപ്പം നല്ലൊരു എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പം പുള്ളിയുടെ പലപ്പോഴും പറയും, പുള്ളി അതിനുശേഷം എനിക്ക് തോന്നുന്നു സിനിമ വലുതായിട്ട് ചെയ്തിട്ടില്ല. അമ്പലക്കര ഫിലിംസ് പുള്ളിയുടെ ചേട്ടൻ അനിൽചേട്ടൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ബൈചേട്ടൻ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ ഒറ്റപ്പടം മതി. പക്ഷെ പുള്ളി ഇപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കുറെ എഫേർട്ട് എടുക്കുന്നുണ്ട്. മേ ബി ആയിരിക്കണമല്ലോ, വേറെ മാറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. അപ്പം പുള്ളിയുടെ മക്കളും ഇതിൽ കുറച്ച് പാഷൻ ഉള്ളവരാണ്. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിനെ ഇപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ ഒരാഴ്ചയോ ഒരു ദിവസം പോലും ഒക്കെ ഓടുക തിയേറ്ററിൽ, അത് OTT-യിൽ ചിലപ്പം വന്ന് ഓടിക്കാം. തിയേറ്ററിൽ ഓടുക എന്ന് വെച്ചാൽ വലിയ പാടാ. ഇത് അന്നത്തെ കാലത്ത് 100ഉം 150ഉം ദിവസം ഹൗസ്ഫുൾ ബോർഡ് ഇട്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു റിസ്ക്. അത് ഇതല്ല, നമ്മൾ ചെറുതായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. 150 കൂടുതൽ ഓടി 150 ദിവസത്തെ തിയേറ്ററിക്ക് എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ടും അത്തരം ടെക്നീഷ്യന്മാർ, ഇപ്പം ഷായ് സാറൊക്കെ ആണെങ്കിലും, ഇപ്പം ഈ അതേ സാറിൻ്റെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കടുവ, ഹണ്ട് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം ഞാൻ പറയുകയെന്ന് വെച്ചാൽ തിയേറ്ററിക് ക്ലാപ്സ് അല്ലെങ്കിൽ തിയേറ്ററിക് ഹൗസ്ഫുൾ ബോർഡ് തൂക്കുക എന്നുള്ളതൊരു ചെറിയ കാര്യമൊന്നുമില്ല. എന്നാലും അവർ ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ അവർ ഇങ്ങനെ പലയിടത്തും വന്നിരുന്നിട്ട് വലിയ വലിയ സംഭവങ്ങളൊന്നും പറയുന്നത് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ഷായ് സാറും ജോഷി സാറൊക്കെ ആയിട്ട്. വിജയകുമാരേട്ടൻ ഈ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? മനസ്സിലായില്ല. അതായത് എന്തെങ്കിലും പ്രൊഫഷണലി
ഉണ്ട്. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൽ കയറ്റിറക്കങ്ങൾ വരും, അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അതിനൊക്കെ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു, ക്രൈസ്റ്റ് കിങ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. തലസ്ഥാനം ഞങ്ങളാണ് നിർമ്മിച്ചത്, കുലപതി ഞങ്ങൾ നിർമ്മിച്ചു. ഇപ്പം തലസ്ഥാനം 4KB ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പം കാരണം അത് സുരേഷ് ചേട്ടൻ കൂടെ ഇനിഷ്യേറ്റീവ് പറഞ്ഞിട്ടാണ് അതിന്റെ പ്രിന്റും സംഭവങ്ങളും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ. കാരണം എല്ലാവരും ഇപ്പം അതിന്റെ ക്യാമറാമാൻ രവി കെ ചന്ദ്രൻ സാറാണ്. അപ്പം ഇത്തരം ലെജൻഡുകളുടെ ഒക്കെ പ്രോഡക്റ്റുകളാണ് ഇതാണെന്നുള്ളതേ ജനങ്ങൾ അറിയണമല്ലോ. അപ്പം അതൊക്കെ വരുമ്പം എങ്ങനെയാവും എന്നുള്ള അതിനുള്ളൊരു ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അത് എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയില്ല. ഈ തലസ്ഥാനത്തിലെ ക്യാരക്ടറെ പോലെ ജീവിതത്തിലെ ആളിങ്ങനെ തീപ്പൊരിയാണോ? അല്ല, അങ്ങനെ തീപ്പൊരി ആയിട്ടൊന്നും അങ്ങനെ പ്ലാൻ ചെയ്ത് തീപ്പൊരി ആവുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ആംഗ്രി യങ് മാൻ എന്നുള്ളത് 32 വർഷം മുമ്പ് എനിക്ക് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, MG കോളേജിൽ നിന്ന് ഇറങ്ങി കാര്യവട്ടം ക്യാമ്പസിലോട്ട് കയറുമ്പോഴാണ് ഈ തലസ്ഥാനത്തിന്റെ ഇത് വരുന്നത്. അങ്ങനെ തീപ്പൊരിയൊന്നും മനഃപൂർവ്വം ആകാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചേ, ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അത്രയും പ്രാധാന്യമുള്ളൊരു വേഷം കിട്ടുക, അത്രയും ശ്രദ്ധ നേടുന്ന ഒരു വേഷമേ, അപ്പോൾ ക്യാമ്പസിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലുമ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? അല്ല, അതിനുശേഷം പിന്നെ ക്യാമ്പസിൽ പോയിട്ടില്ല. ഞാൻ BA ബാച്ചലർ ഓഫ് എക്കണോമിക്സ് MG കോളേജ് കഴിഞ്ഞിട്ട് MAക്ക് അത് പാസ്സായി. MAക്ക് ഞാൻ കാര്യവട്ടം ക്യാമ്പസിലോട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് ഈ സിനിമ അവിടെ തന്നെ ഷൂട്ട് ചെയ്തു. അപ്പം ഞാൻ പലരോടും പറയും, എന്നെ ഇതിനു വേണ്ടി ദൈവം നിയോഗിച്ചു എന്നുള്ളത് പോലെയാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമ വരികയും, ഈ സിനിമ ആർക്ക് വേണമെങ്കിലും കൊണ്ടുവരാം, പക്ഷെ അതിനെ വിജയിപ്പിക്കുകയും ആ ഒരു ക്യാരക്ടറിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതെല്ലാവർക്കും ഈവൻ കൈനിറയെ പണം ഉണ്ടായാൽ പോലും സംഭവിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. അതിനേക്കാളുപരി എൻ്റെ അച്ഛനോടും പിന്നെ ഷായി സാറിനോടൊക്കെ എനിക്ക് എപ്പോഴും നന്ദിയും കടപ്പാടും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ജീവനായിട്ട് എങ്ങനെയാ ഇപ്പോഴത്തെ ഈ നവീന ചലച്ചിത്ര രംഗത്തെ നിർമ്മാണം അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടോ? അതായത് ഇപ്പൊ അമ്മ പോലുള്ള സംഘടനകൾ സജീവമാണോ? പിന്നെ അമ്മയുടെ ആസ് എ ബിഗിനർ അംഗമാണ് ഞാൻ. അതായത് ഞങ്ങൾ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്നും പൈസ ഇവർ 3 പേരും ക്ലബ് ചെയ്തിട്ടാണല്ലോ പറയുന്നത്, ഞങ്ങൾക്കറിയില്ല. പക്ഷെ അതാണ് സത്യം. ഇവർ വാട്ടർ വർക്സിലായിരുന്നു, നമ്മുടെ തിരുവനന്തപുരം വാട്ടർ വർക്സിലായിരുന്നു ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ്. അതിലൊക്കെ ഒരുപാട് സീനിയർ മോസ്റ്റ് ആളുകൾ, സുകുമാരൻ സാറ്, സോമേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, ആ ഒരു 2 ജനറേഷന്റെ അവിടെ നിന്നാണ് ഇന്ന് ഇവിടെ വന്നിട്ട് രചനാ നാരായണൻകുട്ടിയും നമ്മുടെ ശോധാ മനോഹരിലൊക്കെ എത്തി നിൽക്കുമ്പം നമ്മളതിന് മൗനമായിട്ട് വാച്ച് ചെയ്യുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറയേണ്ട ഒരു വേദിയല്ല. പക്ഷേ ഞാൻ എൻ്റെതായ ഒപ്പീനിയൻ, എനിക്ക് ലാസ്റ്റ് സമയത്തൊരു ഇതൊക്കെ വന്നപ്പോൾ ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ ഒരു ഇഷ്യൂ ഞാൻ വളരെ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അമ്മ പെണ്ണുമുടിയന്മാരുടെ സംഘടനയായി മാറുന്നു എന്നുള്ളത് ഞാൻ മനോരമയിൽ നന്നായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും, ഞങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങളൊരു സംഘടനയിലെ കുറച്ച് പേരുണ്ട്, അവർ ഇങ്ങനെ ബാക്കിലായിരിക്കും എപ്പോഴും നിൽക്കുക. അപ്പോൾ ഞങ്ങൾക്കറിയാം തിരക്കഥ തുടങ്ങിക്കഴിഞ്ഞു. ആരൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല. അവർ തന്നെ തിരക്കഥ ഉണ്ടാക്കുന്നു, അവർ തന്നെ കഥാപാത്രങ്ങൾ മെനയുന്നു. പിന്നെ നമ്മളൊരു എന്തിനാണ് വെറുതെ ഓരോന്നിനും പോകുന്നതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സൈലൻ്റ് ആയിട്ട്. പിന്നെ നമുക്ക് എപ്പോഴും എടുത്തു പറയത്തക്ക ഒരു കാവ്യനീതിയുണ്ട്. അതിനെ ആര് മറച്ചു വെച്ചാലും ആരൊക്കെ പിടിച്ചു വെച്ചാലും വരേണ്ട സംഭവങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ നല്ലതിനു വേണ്ടിയായിരിക്കാം. ഈ ഒരു ബിഗിനർ മെമ്പർ എന്ന നിലയിൽ എപ്പോഴെങ്കിലും ഈ സംഘടനയിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പരസ്യ ചർച്ചയ്ക്ക് അവിടെ ഒരു ശ്രമം നടന്നിട്ടുണ്ടോ? തെറ്റിപ്പോയി, ബിഗിനർ മെമ്പർ അല്ല, മീൻസ് അത് മുതൽ സീനിയർ മോസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാനിപ്പോൾ ക്രിട്ടിസൈസ് ചെയ്തതല്ല, അമ്മേനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തതല്ല. എൻ്റെ ഒരു ഇഷ്യൂവിൽ ഒരു ഇത് വന്നപ്പോൾ ഞാനതിനെ പരസ്യമായിട്ട് പത്രക്കാരെടുത്ത് പറഞ്ഞു. അമ്മ സഹായിച്ചില്ല എന്ന് പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അമ്മ സഹായിക്കുന്നില്ലെന്നല്ല, അമ്മ ഇങ്ങനെ പെണ്ണുപിടിയന്മാരെയും അവരെയൊക്കെയാണല്ലോ സംരക്ഷിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ഒരു കൊളോക്കിയൽ ഭാഷയിൽ, അറിവില്ലായ്മ ചിലപ്പോൾ നമുക്കത് പൊളൈറ്റ് അതിനെ എക്സ്ക്യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം. കാരണം അന്ന് ഈ വിജയ് ബാബു ഒക്കെ ഇഷ്യൂവിൽ പെട്ടിട്ട് ഞാൻ എടുത്തു പറഞ്ഞത്. പുള്ളിയൊക്കെ ഓടിക്കയറുമ്പം, അതായത് ആർക്കും എന്തും കാണിച്ചിട്ട് ഓടിക്കയറാൻ പറ്റുന്നൊരു ഓഫീസായി മാറി. അത് വിഷ്വലി കാണുമ്പോഴേ നമുക്ക് അങ്ങനെയുള്ളൊരു വിഷമമൊക്കെ, ഇതെൻ്റെ മാത്രമല്ല, ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ അത് ഒരുപാട് കാരണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിനൊന്നും ആർക്ക് സമയമില്ല. നമ്മൾ ഈ ജോലി ചെയ്യുക, മുന്നോട്ട് പോവുക, പിന്നെ കാണേണ്ട സത്യങ്ങൾ കാലം തെളിയിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കാവ്യനീതി. യെസ്, അതിനിപ്പം ആരുടെ കാര്യത്തിലായിരുന്നാലും ശരി, അത്
കാലം കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയോ അവരെ ചെളിവാരി എറിയുകയോ, പിന്നെ തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് തെറ്റ് പറ്റുന്നില്ലേ? അതൊക്കെ പറ്റുക, പിന്നെ അതൊക്കെ തിരുത്തി അത് പോവും എന്നുള്ളതാണ്. ഈ ഞാൻ പറഞ്ഞത് സ്പെസിഫിക്കലി ഞാൻ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ പലരും വേറെ ആരൊന്നുമില്ല, 1-2 പേരുടെ അടുത്ത് ചോദിച്ചു, പക്ഷെ അവർക്കൊക്കെയാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ പറ്റിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും വലിയേട്ടൻ സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വലിയ പ്രതീക്ഷയുണ്ട്, നമ്മൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അത്രമാത്രം എന്താ പറയുക, ഗൂസ് ബംസോടുകൂടി കണ്ട സിനിമയാണ്. അപ്പോൾ അത് 4K അറ്റ്മോസിൽ എത്തുമ്പോൾ അതിന്റെ ഒരു വൻ ക്യാൻവാസിലേക്ക് എത്തുന്നു. അതിന്റെ പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പാകത്തിന് തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നുള്ളതാണ് അഭ്യർത്ഥന. വിജയകുമാരേട്ടൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച്. അതിനേക്കാൾ ഉപരി ഞാനിപ്പം തിരുവനന്തപുരത്ത് വന്നപ്പോഴാണല്ലോ, കാരണം ഇന്ന് അവിടെ പ്രൊമോഷൻ എന്തൊക്കെയാണ് നടക്കുന്നത്. എൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ജോലിക്ക് വേണ്ടി വന്നപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്നതാണ്. ഇങ്ങനെ ഒരു റിലീസിങ്, എൻ്റെ സെക്കൻഡ് റിലീസിങ് ഡേയിൽ തന്നെ ഇതിനൊരു സ്പേസ് തന്നതിന് താങ്ക് യു ഫോർ ന്യൂസ് 18. എല്ലാ ആശംസകളും നേരുന്നു. പടവും സക്സസ് ആവട്ടെ. ഉറപ്പായിട്ടും പടം സക്സസ് ആവുമെന്ന് നമ്മൾ ഉറപ്പായിട്ടും ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മൾ തിരികെ എത്താൻ രാവിലേക്ക്.